ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 16-ാമത്തെ വാക്യമായിരിക്കുന്ന 9-ാമത്തെ കൽപ്പന, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, കള്ളം പറയരുത് എന്നുള്ള വിഷയത്തോട് ഉള്ള ബന്ധത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. അതിൽ 4 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 5-ാമത്തെ എന്താണ് നമുക്കതിൽ നിന്നും ലഭിക്കുന്ന പാഠം എന്ന് നോക്കാം. 5-ാമത്തെ പോയിന്റിൽ ഫോർ ദ അൺസേവ്ഡ് ദെയർ ആർ ഇറ്റേണൽ കോൺസിക്വൻസസ് ടു പെർജുറി ആൻഡ് ലൈങ്. രക്ഷിക്കപ്പെടാത്ത അവിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കള്ളം പറയുന്നത് മുഖാന്തരമായിട്ട് വലിയ പരിണിത ഫലങ്ങൾ അനന്തതയോടുള്ള ബന്ധത്തിൽ അവർക്ക് ഉണ്ടാകുവാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്ത ഒരു വ്യക്തി കള്ളം പറയുന്നതിലൂടെ ദൈവനാമത്തെ അപമാനിക്കുകയും വൃഥാ എടുക്കുകയും അത് മുഖാന്തരമായിട്ട് വലിയവനായ ദൈവം അവർക്ക് മരണമെന്ന ശിക്ഷ നൽകുകയും ചെയ്യും. നമുക്കറിയാം, ദൈവവചനത്തിൽ നാം കാണുന്നത് ദൈവനാമത്തെ വൃഥാ എടുത്തുകൊണ്ട് കള്ളത്തരം പറയുന്ന ഒരു വ്യക്തിക്ക് അനന്ത മൃത്യു, മരണം ആണ് അവരുടെ കയ്യിൽ ആയിരിക്കുന്നത്. സദൃശവാക്യം 21-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഒരു തെറ്റായ ഉപദേശം കള്ളം പറയുന്നവൻ, തെറ്റ് പറയുന്നവൻ, കള്ളം പറയുന്നവൻ അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടും. മരണമാണ് അവൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ സത്യം കേൾക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സത്യം തന്നെ പറയും എന്ന് ആ വാക്യത്തിൽ നാം കാണാം. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 24-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, നാം ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുമ്പോൾ മരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. മാത്രമല്ല, സഭ മുഴുവനും അങ്ങനെയുള്ളവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇത് യഹൂദനും അതുപോലെ തന്നെ ജാതിക്കും ഉള്ളതാണ്. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നത്, അത് സ്വദേശിയായിരുന്നാലും പരദേശിയായിരുന്നാലും ദൈവനാമത്തിനെ അപമാനിക്കുന്നവനെ കൊന്നുകളയണം എന്നുള്ളത് വലിയ കർശനമായ ഒരു കൽപ്പനയായിരുന്നു. ഒരിക്കലും നാം ദൈവവചനം വൃഥാവെടുക്കരുത്. നാം കള്ളം പറയുകയാണെങ്കിൽ ദൈവവചനം നാം വൃഥാവെടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള കാര്യം ഒരിക്കലും ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ഒരു വിശ്വാസിയല്ലായിരിക്കുന്ന ഒരു കള്ളം പറയുന്നവന് അവൻ ഒരിക്കലും സ്വർഗത്തിന് ഓഹരിക്കാരനായി തീരുവാനായിട്ട് സാധിക്കത്തില്ല. സ്വർഗം അവന് ഉള്ളതല്ല. സ്വർഗത്തിൽ പ്രവേശനം വലിയവനായ ദൈവം നിഷേധിച്ചിരിക്കുകയാണ്. നാം സദൃശവാക്യം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നത്, ഒരു കള്ളസത്യം ചെയ്യുന്നവൻ ഒരിക്കലും ശിക്ഷിക്കാതെ അവനെ വിടുകയില്ല. കള്ളം പറയുന്നവൻ നശിച്ചു പോകും. അതാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്.
റോമാലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് കള്ളം പറയുന്നവനും അഭക്തനും അധർമ്മിയും ധാർമ്മികതയോടുകൂടെ നടക്കാത്തവനും സത്യത്തിൽ നടക്കാത്തവനുമായിരിക്കുന്ന വ്യക്തിയുടെ മേൽ വലിയവനായ ദൈവത്തിൻ്റെ വലിയ കോപം വരും, ദൈവക്രോധം അവൻ്റെ മേൽ വരും എന്ന് നാം കാണുന്നു. കള്ളം പറയുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അവൻ വർജിതനാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പല ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കള്ളം പറയുന്നവനും ആ ദൈവസന്നിധിയിൽ അടുക്കാതെ രണ്ടാമത്തെ മരണമായ നിത്യ ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും എന്ന് നാം കാണുന്നു. അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ ദൈവത്തിനു വേണ്ടി കൊടുക്കുകയും രക്ഷിക്കപ്പെട്ടവൻ ആ നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാം. വീണ്ടും നാം കാണുന്നത് ദൈവവചനത്തിൽ ഒരു വ്യക്തി യേശുവിനെ കർത്താവല്ല എന്ന് പറയുകയും അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ പറയുകയും ചെയ്താൽ അവൻ നിശ്ചയമായും ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നാം അതുകൊണ്ട് കർത്താവിനെയും അതുപോലെ തന്നെ കള്ളത്തരം പറയാതെയും നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. 1 യോഹന്നാൻ 2:22-23 വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്. കള്ളത്തിൻ്റെ പിതാവ്, ഭോഷ്കിൻ്റെ പിതാവ് സാത്താനാണ്. അതുകൊണ്ട് നാം സാത്താൻ്റെ ഏജൻറ്റുമാരായി നിൽക്കാതെ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശ്രദ്ധിച്ച് സൃഷ്ടികളെ ആരാധിക്കാതെ സൃഷ്ടികർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരായിട്ട് നാം ആയിരിക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തികൾ, സഭ എല്ലാം ആ രീതിയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നാം കുറ്റാരോപണം ചെയ്യുകയും പരദൂഷണം പറയുകയും ചെയ്യുന്നവർ നിശ്ചയമായും അവരും ദൈവസന്നിധിയിൽ ശിക്ഷയ്ക്ക് അർഹരാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത് നാം പറയുന്ന ഏത് നിസാര വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എൻ്റെ കൂട്ടുകാരൻ നിസാര എന്ന് പറയരുത്. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടെ ചിന്തിച്ച് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മളുടെ മേൽ വരാതെ ദൈവാനുഗ്രഹങ്ങൾ ഓരോ ദിവസങ്ങളും പ്രാപിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം